നിന്നും നരേന്ദ്രമോദി മൂന്നാം സർക്കാരിന് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് പാളയത്തിൽ പട. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യത്തിനേറ്റ കനത്ത തിരിച്ചടിയെ തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന. 225 മുതൽ 250 വരെ സീറ്റുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് MNS തലവൻ രാജ് താക്കറെ മുംബൈയിൽ വ്യാഴാഴ്ച നടന്ന പാർട്ടി യോഗത്തിൽ അറിയിച്ചു. മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും NDAയ്ക്കും താക്കറെ നിരുപാധിക പിന്തുണ നൽകിയിരുന്നു. എന്തു വില കൊടുത്തും തന്റെ പാർട്ടിയെ അധികാരത്തിലേറ്റുമെന്നും രാജ് താക്കറെ പാർട്ടി സമ്മേളനത്തിൽ വ്യക്തമാക്കി. മഹാരാഷ്ട്ര സർക്കാരിന് റോഡിലെ കുഴികൾ നന്നാക്കാൻ ഫണ്ടില്ല. സംസ്ഥാനത്തെ സഹോദരിമാർക്ക് പ്രതിമാസം 1500 രൂപ നൽകണമെന്ന പ്രഖ്യാപനം ഇവർ എങ്ങനെ നടപ്പിലാക്കും എന്നാണ് രാജ് താക്കറെ ചോദിച്ചത്. സംസ്ഥാനത്തെ ലഡ്കി ബഹിൻ പദ്ധതിയെ പരാമർശിച്ചുകൊണ്ടായിരുന്നു താക്കറെയുടെ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യത്തിന് പിന്തുണ നൽകിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും NDA ഈ പിന്തുണ പ്രതീക്ഷിച്ചിരുന്നു. ഇതിനിടയിലാണ് രാജ് താക്കറെയുടെ അപ്രതീക്ഷിത പ്രഖ്യാപനം. തന്റെ പാർട്ടിയിൽ നിന്ന് വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനായി ഓരോ മണ്ഡലത്തിലും 5 നേതാക്കളുടെ ടീമിനെ രാജ് താക്കറെ നിയോഗിച്ചിരുന്നു. കൂടാതെ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് അഭിപ്രായം തേടുന്നതിനായി ഓഗസ്റ്റ് 1 മുതൽ മഹാരാഷ്ട്ര പര്യടനം ലക്ഷ്യമിട്ടിട്ടുണ്ട്. മഹായുതി സഖ്യത്തിന്റെ നിർദ്ദേശത്തിനായി തങ്ങൾക്ക് കാത്തിരിക്കാനാവില്ലെന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള പാർട്ടിയുടെ തീരുമാനത്തെക്കുറിച്ച് MNS നേതാവ് സന്ദീപ് ദേശ്പാണ്ഡെ വ്യക്തമാക്കി. സീറ്റ് വിഭജനത്തിൽ ഘടക കക്ഷികൾ തമ്മിൽ ഇതുവരെ സമവായം ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ രാജ് താക്കറെയുടെ പെട്ടെന്നുള്ള നിലപാട് മാറ്റത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. രാജ് താക്കറെ ലോക്സഭയിൽ NDAയെ പിന്തുണച്ചു. ഇപ്പോൾ വിധാൻസഭയിലേക്ക് തനിച്ചാണ് മത്സരിക്കുന്നത്. അദ്ദേഹം എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കുക, ശിവസേന വക്താവ് ആനന്ദ് ദുബെ പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യത്തിന്റെ ഭാഗമാകാൻ MNSനോടും ഷിൻഡെ ശിവസേന വക്താവും MLAയുമായ സഞ്ജയ് ഷിർസാത്ത് ആവശ്യപ്പെട്ടു. സീറ്റ് വിഭജനം സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ലെന്നും പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമെടുത്ത ശേഷം MNSനെ അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP തലവനുമായ അജിത് പവാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80 മുതൽ 90 വരെ സീറ്റുകളിൽ മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം ഷിൻഡെയുടെ സേന 100 സീറ്റുകളാണ് ഉറ്റുനോക്കുന്നത്. 160 മുതൽ 170 വരെ സീറ്റുകളിൽ BJP മത്സരിച്ചേക്കും. ഈ സാഹചര്യത്തിലാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ MNS തീരുമാനിച്ചത്.